ആയിഷ ബീവി അബൂബക്കറിന്റെ കുടുംബത്തിൽ ജനിച്ച കടാവളക്കാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്. അബൂബക്കർ ആ മകളെ എനിക്ക് കെട്ടിച്ചു തന്നു. അത് അബൂബക്കർ എനിക്ക് എന്നോട് കാട്ടിയ സ്നേഹമാണ്. ഹിജ്റയുടെ ഭവനത്തിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അബൂബക്കറിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ അബൂബക്കറാണ് എന്നെ കൊണ്ടുപോയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏർപ്പാടാക്കിയ ഒട്ടകത്തിന്റെ മേൽ കയറിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ഹിജ്റയിൽ എന്റെ കൂട്ടുകാരനാണ് അബൂബക്കർ, തീർന്നില്ല. ഹിജ്റയുടെ അവസരത്തിൽ ഗുഹയിൽ എന്റെ കൂടെ സഹവസിച്ചതും അബൂബക്കറാണ്. അബൂബക്കർ എന്നോട് സഹവസിച്ചത് തീർന്നില്ല. സ്വന്തം പണത്തിൽ നിന്ന് ചെലവഴിച്ചിട്ട് ബിലാലിനെ മോചിപ്പിച്ചതും അബൂബക്കറാണ്. അടിമയായ ബിലാലിന് സ്വാതന്ത്ര്യം നൽകിയത് അബൂബക്കറാണ്. ഉമറിനെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യഖൂലുൽ ഹഖ്, ഉമർ ഹഖ് മാത്രമേ പറയൂ. ഉമറിന്റെ നാവിന്റെ തുമ്പത്ത് സത്യമാണ്. ഉമർ സത്യത്തിന്റെ നായകനാണ്. ആ സത്യം കൈപ്പുള്ളതാണെങ്കിലും ഉമർ സത്യമേ പറയൂ. ആ ഉമറിനെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തറകഹുൽ ഹഖ് വമാ ലഹു മിൻ സദീഖ്. ഉമറിനെ സത്യം കൈവടിഞ്ഞിരിക്കുകയാണ്, ഒരു കൂട്ടുകാരനെ കൊടുക്കാതെ. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം എത്ര മനോഹരം. ഉമറിനെ സത്യം കൈവടിഞ്ഞിരിക്കുന്നു, ഒരു കൂട്ടുകാരനെ കൊടുക്കാതെ. സത്യം ഉമറിനെ ഒറ്റക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടെ ആരുണ്ടെന്ന് നോക്കാതെ, കൂടെ ഒരു സ്നേഹിതനുണ്ടോ എന്ന് ആലോചിക്കാതെ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഉമറുൽ ഫാറൂഖ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം. വറഹിമല്ലാഹു ഉസ്മാൻ, ഉസ്മാനെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യസ്തഹീ മിൻഹുൽ മലായിക, മലക്ക് പോലും ആ ഉസ്മാന്റെ മുമ്പിൽ നാണം കുണുങ്ങും. അത്ര വലിയ ഔദാര്യത്തിന്റെ, അത്ര വലിയ ഉന്നതമായ ഗുണങ്ങളുടെ വിളനിലമാണ് ഉസ്മാൻ. ആ ഉസ്മാന്റെ മുമ്പിൽ മലക്കുകൾ നാളം കുണുങ്ങും. റഹിമല്ലാഹു അലിയൻ, അല്ലാഹു അലിയെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അരിൽ ഹഖ്ഖ മഅഹു ഹൈതു ദാർ, അല്ലാഹുവേ അലി കടന്നു പോകുന്ന സ്ഥാനങ്ങളിലെല്ലാം അവിടെയെല്ലാം നീ സത്യത്തെ എത്തിച്ചു കൊടുക്കണമേ. നമുക്ക് ഈ ഗേറ്റ് കടന്നു ചെല്ലണം. അബൂബക്കറിന്റെ കവാടം, ഉമറിന്റെ കവാടം, ഉസ്മാന്റെ കവാടം, അലിയുടെ കവാടം, 4 കവാടങ്ങളും കടന്നിട്ട് ചെല്ലുന്നത് എങ്ങോട്ടാണ്? രാജകുമാരന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണം. സിദ്ദീഖും ഫാറൂഖും വർത്തമാനകാല ദർപ്പണത്തിൽ